അതുകൊണ്ട് എന്നും നിങ്ങൾ ഓർമ്മിക്കണം അമ്മയുടെ അനുഗ്രഹം. അമ്മ ചോറ് വിളമ്പി തന്നിട്ടേ നിങ്ങൾ ഊണ് കഴിക്കാം. താനെ ചോറ് വിളമ്പി ഊണ് കഴിക്കരുത്. അമ്മയോട് പറയാം വിളമ്പിത്തരാൻ. അമ്മ പറയും ചോറും കറിയും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആയെങ്കിലും എടുത്ത് തിന്നോളാം, ഞാൻ സീരിയൽ കാണാൻ പോവാം, ഇപ്പം ലൈവ് ഷോ കാണാൻ പോവാം. ഒരിക്കലും ചെയ്യൽ. അമ്മയോട് വിളമ്പിത്തരാൻ പറയുക. എത്ര കാലം അമ്മ വിളമ്പിത്തന്ന ചോറ് കഴിക്കാൻ നിങ്ങൾക്ക് വിധിയുണ്ടെന്ന് അറിഞ്ഞൂടാ. അമ്മയ്ക്ക് എത്ര കാലം നിങ്ങൾക്ക് ചോറ് വിളമ്പിത്തരാൻ യോഗമുണ്ടെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് അമ്മ ചോറ് വിളമ്പിത്തരണം നിർബന്ധമാണ്. മാത്രമല്ല നിങ്ങൾ സ്കൂളിലുള്ള സുഖദുഃഖങ്ങൾ അമ്മയോട് വിവരിക്കണം. അമ്മ ആശ്വസിപ്പിക്കാനും അമ്മ നിങ്ങളെ ശാസിക്കാനും നിങ്ങളുടെ സന്തോഷം അമ്മ പകർന്നെടുക്കാനും അമ്മയ്ക്ക് സാധിക്കും. സന്തോഷം പങ്കുവെക്കാൻ സാധിക്കും. എല്ലാ ദിവസവും എൻ്റെ അനുജന്മാരും അനുജത്തിമാരും നിർബന്ധമായും ഓർമ്മിക്കണം, ഒരു ദിവസം വൈകുന്നേരം ഒരു നേരമെങ്കിലും ഓരോ ദിവസവും അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അമ്മ വിളമ്പിത്തന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം. നിങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അമ്മ വിളമ്പിത്തരാനുണ്ടാവില്ല, അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയുള്ളൊരു കാലം വരുന്നതിന് മുമ്പ് ഈ വിദ്യാർത്ഥികളായി ജീവിക്കുന്ന നിങ്ങൾ നിർബന്ധമായും അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തിരിക്കുക. അവരുടെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം കിടക്കാം. അതുപോലെ തന്നെ അവരുടെ തലോടലേൽക്കുക. നിങ്ങളുടെ തലയിൽ അമ്മയുടെ കൈ വെച്ചു പറയാൻ അമ്മയ്ക്ക് സാധിക്കണം, മക്കളെ നന്നായി വരണം, നിന്നെപ്പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെ പുണ്യമാണ്, നിന്നെപ്പോലൊരു മകളെ കിട്ടിയത് അച്ഛൻ്റെ പുണ്യമാണ്, അമ്മയുടെ പുണ്യമാണെന്ന് പറയാൻ അവർക്ക് സാധിക്കണം. നിങ്ങളുടെ മനസ്സിൽ തോന്നണം, ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഈ ഒരു തോന്നലാണ് ജീവിതം. ഇതാണ് ജീവിതം എന്നും ഓർമ്മിക്കുക. വീട്ടിനകത്ത് നമുക്ക് തോന്നണം, ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചത് അവർക്ക് പറയാൻ സാധിക്കണം, ഇവരെ പോലൊരു മക്കളെ കിട്ടിയത് പുണ്യം കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് സാധിച്ചാൽ ലോകത്തിൽ എവിടെ നിങ്ങൾ ചെന്നാലും ശരിയാണ്, ജീവിതത്തിൽ സന്തോഷമുണ്ടാവും, അനുഗ്രഹമുണ്ടാവും, ആ ഒരു ബന്ധമുണ്ടാവും. അമ്മ എന്നും അമ്മയാണ്. എന്നും ക്ഷമിക്കാനും ശാസിക്കാനും അനുഗ്രഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്ന അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് വേണം സ്കൂളിലേക്ക് വരാൻ. പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് വരുമ്പോൾ ക്വാർട്ടർലി എക്സാമിനേഷൻ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ, ആനുവൽ എക്സാമിനേഷന് വരുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് നമസ്കരിച്ച് വേണം വരാൻ. ഞാൻ നല്ല വരി പറയാം, എവ്രി ബ്ലസ്സിങ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. എവ്രി ബ്ലസ്സിങ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. ഞാൻ എഴുതിയതല്ല, അമേരിക്കൻ ജേണൽ ഓഫ് ന്യൂറോളജി പറയുന്നതാണ്. ഒരു അനുഗ്രഹം തലയിൽ കൈവച്ച് കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് മൊത്തം മാറ്റം ഉണ്ടാവുക. ആ മാറ്റം ഉണ്ടാവാൻ സാധിക്കണം. അത് ആത്മവിശ്വാസം തരാൻ കാരണമാകും. അതുകൊണ്ട് അനുജന്മാരോടും ദിവസവും സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് വരിക, ഞാൻ പോയിട്ട് വരാം. എക്സാമിനേഷനുള്ള ദിവസം അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് നമസ്കരിച്ചിട്ട് വരിക. കാല് തൊട്ട് തലയിൽ വെച്ചിട്ട് വന്നാൽ മതി. അതിൻ്റെ ഒരു ബ്ലസ്സിങ്, സംതിങ് ഗ്രേറ്റ്. നിങ്ങളുടെ ദുഃഖം അമ്മയോടും അച്ഛനോടും പങ്കുവയ്ക്കുക. അവരുടെ അനുഗ്രഹം നിങ്ങൾ എടുക്കുക. ഇവർ താങ്ങായിട്ട് തണലായിട്ട് നിൽക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത്രയും നല്ല വിദ്യാർത്ഥികളായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അമേരിക്കയിൽ ഒരു പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ സയൻസിൽ ഇത്രയും അധികം ശോഭിക്കുന്നത്? എന്തുകൊണ്ടാണ് പഠനം? കാരണം അമേരിക്കക്കാർക്കൊന്നും തൊട്ട് 7 അയൽവക്കത്ത് വരാൻ പറ്റണില്ല ഇന്ത്യക്കാരുടെ. എന്തുകൊണ്ട് ഇന്ത്യക്കാർ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നു കമ്പ്യൂട്ടർ സയൻസിൽ എന്ന് ചിന്തിച്ച് വലിയൊരു ഗ്രൂപ്പാണ് ഇന്ത്യയിലേക്ക് വന്നത്. അവസാനം അവർ മനസ്സിലാക്കിയത് എന്താണ്? അമേരിക്കയിൽ 14 വയസ്സ് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഓരോ കടയിലും മറ്റ് പല സ്ഥലത്തും ജോലി ചെയ്ത് കുറേ കാശുണ്ടാക്കിയിട്ടാണ് പിന്നെ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 20-21 വയസ്സ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും കീഴിൽ തന്നെയാണ് പഠിക്കുക. അച്ഛനും അമ്മയും ആ ഫീസ് തരിക. ഇപ്പം അവർ പറയുന്നു ഇതാ നല്ലതെന്ന്, നമ്മൾ പറയുന്നു അതാ നല്ലതെന്ന്. അർത്ഥം മനസ്സിലായി? അവരുടെ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നു 20-21 വയസ്സ് വരെ അമ്മയും അച്ഛനും മക്കളെ വളർത്തണം. അവർക്ക് സ്വതന്ത്രമായി പഠിക്കാനുള്ള സമയം കൊടുക്കണം, ജീവിതം ആനന്ദിക്കാനുള്ള സമയം കൊടുക്കണം, സന്തോഷിക്കാനുള്ള സമയം കൊടുക്കണം.
അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ എല്ലാ വിദ്യാർത്ഥികളെയും ക്രോസ് ചെയ്യുന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതാണ്. ഒരു എക്സാജറേഷൻ രീതിയിൽ എല്ലാ എന്ന വാക്കല്ല ഉപയോഗിച്ചത്. ഇപ്പോൾ ഇന്ത്യൻ കുട്ടിയും അമേരിക്കൻ കുട്ടികളും തമ്മിൽ ഇരുന്നാൽ, ഞാൻ ന്യൂയോർക്കിൽ പോയപ്പോൾ രാജീവ് എന്നൊരു ചെറിയ പയ്യൻ MBBS ഫൈനൽ പഠിക്കുന്ന അയാളുടെ വീട്ടിലാണ് താമസിച്ചത്. കണ്ടു കഴിഞ്ഞാൽ ജീരകം മാതിരിയേ ഉള്ളൂ, ജീരകത്തിൻ്റെ അത്രയേ ഉള്ളൂ. അയാൾ വളരെ സിമ്പിളായിട്ട് മെഡിസിന് ഫൈനൽ ഇയർ പഠിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, രാജീവ് എന്താ ചെയ്യണം? ഞാൻ വിചാരിച്ചു 10th സ്റ്റാൻഡേർഡോ 11th സ്റ്റാൻഡേർഡോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ മറ്റേ വേറൊരാൾ ചോദിച്ചു, സാറിന് രാജീവിനെ മനസ്സിലായില്ല. അടുത്ത കാലത്തല്ലേ പ്രസിഡന്റ് ബുഷിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. രാജീവ് എന്ന ജീരകം മാതിരിയുള്ള പയ്യനെ പ്രസിഡന്റ് ബുഷിൻ്റെ അവാർഡ് കിട്ടി. എനിക്ക് അറിഞ്ഞൂടാ. അവർ MBBS 100% മാർക്ക് മേടിച്ച അമേരിക്കയുടെ ചരിത്രത്തിലെ റെക്കോർഡ് തിരിച്ച വ്യക്തിയാണ് രാജീവ്. മലയാളിയായിട്ടുള്ള രാജീവ്. അമേരിക്കൻ ചരിത്രത്തിൽ മെഡിസിന് 100/100 ആർക്കും കിട്ടിയിട്ടില്ല, ഇയാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണ് പ്രസിഡന്റ് ബുഷിൻ്റെ അവാർഡ് അയാൾക്ക് കിട്ടിയത്. അപ്പം ഞാൻ അപ്പോഴും അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് രാജീവിന് കിട്ടി? രാജീവിൻ്റെ വീട്ടിൽ ഇവിടുത്തെ മാതിരിയാണ്. രാജീവിനെ ജോലിക്ക് വിട്ടില്ല, നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരം കൊടുത്തു. നല്ല രീതിയിൽ ആ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വീടുമാതിരിയാണ്. ന്യൂയോർക്കിൽ ഒരു ലൈൻ വീടാണ്, കേരളം വീടുമാതിരിയാണ്. ഇവിടെ ഓണത്തിന് പൂക്കളിടാറുണ്ട്, അടിപൊളി ദീപാവലി പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. കേരളം ഇന്ത്യ മാതിരി തന്നെയാണ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ വീട്ടിനകത്തുള്ള അന്തരീക്ഷം എന്നും നന്മ നിറഞ്ഞതാക്കാം. അമ്മയുടെ അനുഗ്രഹം, അച്ഛൻ്റെ അനുഗ്രഹം, വീട്ടിലുള്ളവരുടെ അനുഗ്രഹം, അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, ഇതെല്ലാം ചേർത്ത് നന്മ നിറഞ്ഞ രീതിയിൽ കുടുംബത്തിലെ ബന്ധം നിങ്ങൾക്കുണ്ടാവും. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് ചെവി, കണ്ണ്, നാക്ക്, ചിന്ത ഉപയോഗിച്ച് വളരും. പിന്നെ ആചാരം, ആഹാരം. എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്കൂളുള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത്. ഒരു കാരണവശാലും നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിലും നോൺ വെജിറ്റേറിയൻ കഴിയുന്നത് ഒഴിവാക്കുക. പക്ഷേ ഒരു കാരണവശാലും എവറി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് ദ ബോഡി കെമിസ്ട്രി. എവറി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് ദ ബോഡി കെമിസ്ട്രി. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എവറി ബ്ലസ്സിങ് ചേഞ്ചസ് ദി ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. ഇത് ബോഡി കെമിസ്ട്രി ടു നെഗറ്റീവ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കുറേ എക്സാമിനേഷൻ എഴുതാനുള്ള ദിവസം അന്നൊന്നും നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്. കഴിച്ചാൽ തന്നെ ഹോർമോണൽ ചേഞ്ച് അകത്തുണ്ടാവുക. അത് നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വിറുലൻ്റ് ആയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കാം. അപ്പോൾ മനസ്സ് പറഞ്ഞു, ശരീരം പറഞ്ഞു, കുടുംബം പറഞ്ഞു. ഈ സമൂഹത്തിൽ ഭാരതം എന്ന രാഷ്ട്രം ഉജ്ജ്വലമായൊരു രാഷ്ട്രമാണ്. ഭാരതത്തിൻ്റെ ഭൂതകാലം ലോകത്തിൽ 49 സംസ്കാരം ഉണ്ടായിരുന്നു. അതിൽ 47 സംസ്കാരവും മണ്ണടിഞ്ഞു കഴിഞ്ഞു. 48ാമത്തെ സംസ്കാരം അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. ചൈന മൊത്തം വെസ്റ്റേണൈസ്ഡ്, ഗ്രാമങ്ങളിൽ മാത്രമേ ചൈനീസ് സംസ്കാരം ഇപ്പോൾ ഉള്ളൂ. 49ാമത്തെ സംസ്കാരം ഭാരത സംസ്കാരം, 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരം, അതിന്നും നിലനിൽക്കുന്നു. അത് കാണാൻ ഒരു വിഷമവും ഇല്ല. ഇന്ന് ആ നല്ല പ്രാർത്ഥന ചൊല്ലിയപ്പോൾ നിങ്ങൾ നിന്ന വിദ്യാർത്ഥികളായ നിങ്ങളുടെ ആ നിൽപ്പ്, അത് മാത്രം മതി. ഇന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരം തകരില്ല, തളരില്ല എന്നറിയിക്കാൻ. നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം ഇന്ന് ലോക ജനത ഏറ്റെടുത്തു. നമ്മുടെ സംഗീതം അമേരിക്കക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ വേദിക് മാത്തമാറ്റിക്സ് നാസായിലെ പ്രോജക്റ്റാണ്. നമ്മുടെ സംസ്കൃതം മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പോലും പഠിപ്പിക്കുന്നു. ഭഗവത്ഗീത ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിൻ്റെ ഭാഗമാണ്. 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഭാരതത്തിലെ വെജിറ്റബിൾ കറികൾ ഇന്ന് അമേരിക്കയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വേദമന്ത്രങ്ങൾ ആശുപത്രികളിലും ടെൻഷനുള്ള സ്ഥലങ്ങളിലുമെല്ലാം അത് കേൾക്കാൻ സാധിക്കും. ഭാരതീയ പൈതൃകം അസാമാന്യമാം വിധം തിരിച്ചു വരുന്നു. നമ്മുടെ യോഗ, നമ്മുടെ പ്രാണായാമം, നമ്മുടെ ധ്യാനം, നമ്മുടെ ആയുർവേദം, നമ്മുടെ സസ്യാഹാരം, നമ്മുടേതായ സംഗീതം, നമ്മുടെ നൃത്യങ്ങൾ, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, ഇതെല്ലാം പാശ്ചാത്യ ലോകം അതേപോലെ എടുക്കുന്നു. ഇന്ന് ശനിയാഴ്ച, ഇന്ന്
കാലിഫോർണിയ സംസ്ഥാനത്തിലെ സെനറ്റ് മീറ്റിംഗാണ് ഡിസംബർ 1-ാം തീയതി. ഇന്ന് കാലിഫോർണിയയിലെ സെനറ്റ് മീറ്റിംഗ് നടക്കുന്നത് അരമണിക്കൂർ വേദമന്ത്രം ആലപിച്ചുകൊണ്ടാണ്. ജൂലൈ 12-ാം തീയതി ഇന്ന് വാഷിങ്ടണിൽ ഉണ്ടായിരുന്നു ഞാൻ. ആ ജൂലൈ 12-ാം തീയതി അമേരിക്കയുടെ പാർലമെൻറ്റ് കൂടിയത് അരമണിക്കൂർ വേദമന്ത്രത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ്. അതിനുശേഷം മിനിസോട്ടയിലായി, അറ്റ്ലാന്റയിലായി, എല്ലാ സ്ഥലത്തും സെനറ്റ് മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് വേദമന്ത്രങ്ങൾ ചൊല്ലുക. അമേരിക്ക, ഇന്ത്യയിൽ പതിവില്ല, അമേരിക്കയിൽ അത് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം ആ വ്യത്യാസം! ഈ കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ദീപാവലി ആഘോഷിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തു, ബുഷ്, ദീപാവലി ഇന്ത്യയുടെ മാത്രം ആഘോഷമല്ല, അമേരിക്കയുടെ ആഘോഷം കൂടിയാണെന്ന്. അപ്പം അമേരിക്കയിൽ അന്ന് ലീവ് കൊടുത്തു ദീപാവലിക്ക്. എത്രയാ മാറ്റം! അസാധാരണമായിട്ട്. ദുബായിൽ, ഒരു മുസ്ലിം രാഷ്ട്രമാണ് ദുബായ്, അവിടെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഭഗവത്ഗീത കഥാവിവരണം, ആ ഭഗവത്ഗീത വിവരണം സന്ദീപ് ചൈതന്യ നടത്തുന്നുണ്ട്. അവിടുത്തെ മന്ത്രിമാരടക്കം വന്നിരിക്കുന്നു. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്, ഭാരതം എന്ന രാഷ്ട്രം തിരിച്ചു വരുന്നു. അസാമാന്യമാം വിധം നാസയിലെ ശാസ്ത്രജ്ഞന്മാരിൽ 38% ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ്. അമേരിക്കയിലെ ടോപ്പ് ഡോക്ടർമാരിൽ 34% ഡോക്ടർമാർ ഇന്ത്യക്കാരാണ്. വിപ്രോ കമ്പ്യൂട്ടർ ഇന്ത്യക്കാരൻ്റെ, യാഹു ഉണ്ടാക്കിയത് ഇന്ത്യക്കാരനാണ്, ജിമെയിൽ ഉണ്ടാക്കിയത് ഗൂഗിൾ ഇന്ത്യക്കാരൻ്റെയാണ്. ഇന്ന് സാറ്റലൈറ്റ് വഴിക്ക് കാറ് ഓടിക്കുന്ന സിസ്റ്റം ഉണ്ട്, അതൊരു സർദാർജിയാണ് കണ്ടുപിടിച്ചത്. അമേരിക്കയെ മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്കാരാണ്. അവിടെ ചെന്നാൽ നമുക്കറിയാൻ സാധിക്കും എത്ര ടോപ്പാണ്. അവിടുത്തെ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനി 70% ഇന്ത്യക്കാരുടെയാണ്. ഇന്ന് ഇന്ത്യ എന്ന രാജ്യം അമേരിക്കക്കാർക്ക് സത്യത്തിൽ ഭയമാണ് അവർക്ക്. കാരണം ഇന്ന് അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നോ പാർക്കിൽ 900 ജോലിക്കാരുണ്ട് അമേരിക്കയിൽ നിന്ന് വന്നവർ. ഇന്ത്യൻ കമ്പനിയിൽ ഇന്ത്യക്കാരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാതിരിക്കാം, അല്ല, ചെറിയ ഒരാളുടെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മലയാള മനോരമയിൽ. അടുത്ത കാലത്ത് ബിൽ ഗേറ്റ്സ് പോലും പേടിച്ചു. ഇന്ത്യക്കാരനായ 14 വയസ്സുകാരൻ, മൾട്ടി ബില്യണയർ, 14 വയസ്സുകാരൻ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ വലിയ ബിസിനസ് തുടങ്ങി. ഇന്ത്യയിൽ 14 വയസ്സുകാരന് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അത് കാരണം അവൻ അവിടെ അമേരിക്കയിൽ ചെന്ന് തുടങ്ങി. ഇപ്പം എത്രയുണ്ട്? $1800 കോടി ഒരു മാസത്തിൽ വരുമാനം. $1800 കോടി ബിസിനസ്സാണ് ചെയ്തത്. കണ്ടാൽ ഇത്രയേ ഉള്ളൂ. അയാളെ കാണേണ്ട നല്ല രസമായിരുന്നു. മീശ പോലും മുളച്ചിട്ടില്ല, 14 ഉള്ളൂ. ഇത്രയും ഭംഗിയായിട്ട് ബിൽ ഗേറ്റ്സ് അയാളെ കണ്ട് പറഞ്ഞു അത്രേ, I started my business at the age of 21. You started your business at the age of 14. I am afraid of you. വളരെ ഭംഗിയായിട്ട് കൊടുത്തു. നല്ല രസമാണ്. ഞാൻ പറയുന്നത്, ഭാരതം അതിഭംഗിയായിട്ട് ഉയരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വളർച്ച, ലോക രാഷ്ട്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്പർ 1 രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ അനിൽ അംബാനി ഇന്ത്യക്കാരനാണ്. രണ്ടാമത്തേത് അസിം, മുസ്ലിമാണ് അദ്ദേഹം, വിപ്രോ കമ്പ്യൂട്ടറിൻ്റെ. മൂന്നാമത്തേക്ക് ആയി വരുന്നു ആരാണ്? ലക്ഷ്മി മിറ്റൽ. അപ്പം ലോകത്തിലെ പ്രസിദ്ധരായ 3 റിച്ചസ്റ്റ് നമ്പർ 1, 2, 3 ഇന്ത്യക്കാരാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ റിച്ചസ്റ്റ് ആയിട്ടുള്ളൂ. 5 ആറ്റം ബോംബ് ഒറ്റ കുഴിയിൽ പൊട്ടിച്ച ലോകത്തിലെ ഒരേ ഒരു രാജ്യം നമ്മളാണ്. അതുപോലെ തന്നെ ലോകത്തിൽ അമേരിക്കൻ സാറ്റലൈറ്റ് കാണാതിരിക്കാൻ ഖോരഗ്പൂരിൽ നിന്ന് പൊക്രാൻ വരെ 400 കിലോമീറ്റർ ഈ ആറ്റം ബോംബ് എങ്ങനെയാണ് കൊണ്ടുപോയി അറിയോ? 21 ആറ്റം ബോംബ് തക്കാളിക്കൊട്ടയ്ക്കകത്ത് വെച്ചാണ് കൊണ്ടുപോയത്. ലോകത്തിൽ തക്കാളിക്കൊട്ടയ്ക്കകത്ത് വെച്ച് യുറേനിയം ബോംബ് ആരും കൊണ്ടുപോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. നമ്മൾ മാത്രമേ ധൈര്യപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ടും അമേരിക്കക്കാർക്ക് അത് അറിഞ്ഞില്ല. അവിടുത്തെ സാറ്റലൈറ്റിനൊന്നും കാണാൻ സാധിച്ചില്ല. അവർ മുകളിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ട്രക്കിനകത്ത് തക്കാളി. അവരെന്താ വിചാരിച്ചിരിക്കാൻ സാധ്യതയുള്ളത്? അമേരിക്കൻ മിലിറ്ററി ഈസ് ഗോയിങ് ടു ഗെറ്റ് ഗുഡ് തക്കാളി സാമ്പാർ. എന്തെടുക്കുക മാത്രമല്ല, അന്റാർട്ടിക്കയിലേക്ക് ഇന്ത്യക്കാർ പോകുമ്പോൾ ആദ്യം അമേരിക്കയോട് പറഞ്ഞു നിങ്ങളുടെ ഷിപ്പ് വേണമെന്ന്. അപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞു യു ആർ പുവർ പീപ്പിൾ, ഡോണ്ട് ഗോ ടു അന്റാർട്ടിക്ക. നമ്മളൊരു നോർവീജിയയിലെ കപ്പൽ വാങ്ങിച്ച് നമ്മൾ ചുമ്മാ അന്റാർട്ടിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പം എല്ലാ പ്രാവശ്യവും പോവാറുണ്ട്. ട്രൗസർ ഇട്ടുകൊണ്ടാണ് നമ്മൾ പോവാറുണ്ട്. അവിടെ പോയിട്ട് അമേരിക്കക്കാർ അന്റാർട്ടിക്കയിലേക്ക് പോകണത് ചന്ദ്രനിലേക്ക് പോകണമായിരിക്കാം. ഗൗണൊക്കെ ഇട്ട് അവർക്ക് തണുപ്പൊന്നും സഹിക്കാൻ പറ്റും. നമുക്ക് ഒരു വിഷമമില്ല. അവിടെ പോയിട്ട് ഭംഗിയായിട്ടിരുന്ന് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി, ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും.
ഒരാൾക്ക് ചിന്തിക്കാൻ സാധ്യല്ല. അത്ര കൂളായിട്ടാണ് നമ്മൾ NIO ഗോവയിൽ നിന്ന് പോകുന്നത്. 400-500 പേരാ പോണേ. ഇവിടെ പോയിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് തിരിച്ചു വരും. അവിടെ പോയിട്ട് അനങ്ങാൻ സാധിക്കില്ല. -80 -90 ഡിഗ്രിയാണ് ടെമ്പറേച്ചറാണ്. -90 ഡിഗ്രി സെൽഷ്യസ് ആ ടെമ്പറേച്ചർ. ഒരു വിഷമമില്ലാണ്ട് നമ്മൾ പോയിട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ബോംബെയിൽ ഒരു ദിവസം 3 ബോംബ് ഒരുമിച്ച് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പൊട്ടി. 3 ബോംബ് പൊട്ടി. 15 മിനിറ്റിനകം ആ ബോംബ് പൊട്ടി മരിച്ചവരെ ആശുപത്രി കൊണ്ടുപോയി, ചികിത്സിക്കാനുള്ളവരെ ആശുപത്രി കൊണ്ടുപോയി ബോംബിൻ്റെ ചീളൊക്കെ പെറുക്കി കളഞ്ഞ് അടുത്ത ട്രെയിൻ അപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞു. അവിടെ നോർമലായി. ബോംബ് പൊട്ടൽ പോലും ദീപാവലിയുടെ പടക്കം പൊട്ടൽ മാറി അവിടെ. നമുക്ക് അത്രയും വലിയ വിഷമമൊന്നുമില്ല. ഇത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ആ രീതിയിൽ തന്നെ നിങ്ങളോട് പറയാം. ഈ അമേരിക്കക്കാർ അടുത്ത കാലത്ത് അവരൊരു സർവേ നടത്തി നാടിൻ്റെ പ്രത്യേകത എന്താ. കാരണം അമേരിക്കയിൽ ഇപ്പോൾ ബോംബ് ഭീഷണി ഉണ്ട്. അമേരിക്കക്കാർ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? അവർ നോക്കിയപ്പോൾ ഒരു സിഖ് പ്രധാനമന്ത്രിയാണ് ഇവിടെ ഉള്ളത്, ഒരു ഹിന്ദു പ്രസിഡൻ്റാണ് ഇവിടെ ഉള്ളത്, ഒരു മുസ്ലിം വൈസ് പ്രസിഡൻ്റാണ് ഇവിടെ ഉള്ളത്, ഒരു ക്രിസ്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററാണ് ഇവിടെ ഉള്ളത്. ഈ 4 പേരെ ഉൾപ്പെടെ എല്ലാത്തിനെയും ഭരിക്കുന്നത് ഇന്ത്യയിൽ ജനിക്കാത്ത ഒരു ഫോറിൻ അമ്മച്ചിയാണ്. എന്നിട്ട് ഈ നാടിന് ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ കൂളായിട്ട് പോകണ്ട. ഇല്ല, ഒരു പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടോ? ഇതിങ്ങനെ കൂളായിട്ട് പോകുന്നത്. കുറച്ച് കാലം മുമ്പ് ഖാലിസ്ഥാൻ ഉണ്ടായിരുന്നു, പിന്നെ GNLF ഉണ്ടായി, പിന്നെ LTT ഉണ്ടായി, പിന്നെ എന്തൊക്കെയോ ഉണ്ടായി, പിന്നെ അതങ്ങനെ തന്നെ ഇല്ലാണ്ടായി. ഒരു പ്രശ്നമില്ലാണ്ട് ഈ രാജ്യം പോകുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് നാട് വളരുന്നത്. ശരിക്കും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അസാധാരണ ഫിനോമിനനായി ഭാരതം വളരുന്നു. ഞാനത് എടുത്തു പറയാൻ കാരണം, ഭാരതത്തിന് പുറത്ത് നിരന്തരം പോകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ളത് കൊണ്ട് പറയാം. ഭാരതത്തിന് പുറത്തു പോകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള രീതിയിൽ പറയുന്നു. ഈ പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഭൂതകാലം, ഭാരതത്തിൻ്റെ വർത്തമാനകാലം, ഭാരതത്തിൻ്റെ ഭാവി കാലം ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിലും ഒന്ന് ഓർമ്മിക്കുക. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാക്കുകൾ അമേരിക്കക്കാരുടെ കണക്കനുസരിച്ച് 2018 ഭാരതം ഇംഗ്ലണ്ടിനെ ക്രോസ് ചെയ്യും. 2018 ഭാരതം ഇംഗ്ലണ്ടിനെ ക്രോസ് ചെയ്യും. 2024 ഭാരതം ജർമ്മനി ഇറ്റലിയെ ക്രോസ് ചെയ്യും. 2028 ഭാരതം ജപ്പാനെ ക്രോസ് ചെയ്യും. 2040 ഭാരതം അമേരിക്കയെ ക്രോസ് ചെയ്യും. അമേരിക്കയ്ക്ക് അപ്പുറത്തെത്തും 2040. 2040 ആവാൻ ഇനി 32 വർഷമേ ഉള്ളൂ. 32 വർഷം, 33 വർഷമേ ഉള്ളൂ. അപ്പം ഈ 33 വർഷത്തിൽ ഭാരതം അമേരിക്കയെ ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഭാരതീയരല്ല, മൻമോഹൻ സിംഗ് അല്ല, നമ്മുടെ ആരുമല്ല പറഞ്ഞത്. അമേരിക്കയിലെ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറഞ്ഞത്. WWI വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറഞ്ഞത്. ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും മുമ്പിലെത്തും. ഇന്ന് ചൈനക്കാർ സഹായത്തിന് ഇവിടെ ചോദിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ചിന്തിക്കാൻ സാധ്യമല്ല. സിംഗപ്പൂരും ഓസ്ട്രേലിയയും ഭാരതവും ഒരുമിച്ച് ചേർന്നാണ് യുദ്ധത്തിൻ്റെ മുറകൾ പഠിക്കുന്നത്. ഈ അടുത്ത ആഴ്ച ലോകത്തിൽ ആരും ചെയ്യാത്ത മാതിരി കൽക്കട്ട വിമാനത്താവളം സിംഗപ്പൂരിലെ എയർഫോഴ്സിന് ഒരു 10 ദിവസത്തേക്ക് വാടകയ്ക്ക് കൊടുക്കാം. നിങ്ങളെടുത്തോ, ഒരു പ്രശ്നമില്ല, നമ്മൾ മാനേജ് ചെയ്തോളാം. വേറൊരു രാജ്യത്തിലെ വിമാന കമ്പനിക്ക് നമ്മുടെ നാട്ടിലെ വിമാനത്താവളം വാടകയ്ക്ക് കൊടുക്കാൻ പാകത്തിന് നമുക്ക് ഗട്സ് വന്നിട്ടുണ്ട്. അതാണ് സത്യം, അതാണ് ശരിയും. ഏതു മണ്ഡലത്തിലാണ് ഭാരതം തളർന്നിരിക്കുന്നത്? ഒരൊറ്റ മണ്ഡലത്തിലും തളർന്നിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ഓണക്കാലത്തെ ഓരോന്നും കാണുമ്പോൾ എനിക്ക് രസം തോന്നാറുണ്ട്. ഒരു ചെറിയ TV വാങ്ങിച്ചാൽ 2 വലിയ TV ഫ്രീ ഉണ്ടായിരുന്നു. ഇല്ലേ, ഒരു മൊബൈൽ വാങ്ങിച്ചാൽ 2 മൊബൈൽ ഫ്രീ. കൊണ്ടോ, ഇതും കൂടി കൊണ്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. എവിടെ എത്രയാ മാറ്റങ്ങൾ! ഒരു നാട് വളരുന്നു, ഉയരുന്നു. ആത്മാഭിമാനത്തോടു കൂടി വളരേണ്ട യുവാക്കളാണ് നിങ്ങൾ. ചിലപ്പോൾ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിൻ്റെ ഭാഗം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അറിയണം, ഈ രാഷ്ട്രത്തിൻ്റെ വളർച്ച എന്താണ്. ഈ രാഷ്ട്രത്തിൻ്റെ മക്കളാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും എല്ലാവരും. ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി വളരാൻ, ഉയരാൻ, ലോകത്തിൽ എവിടെ ചെല്ലുമ്പോഴും തല ഉയർത്തി നിന്ന് പറയണം, ഐ ആം ആൻ ഇന്ത്യൻ, ഐ ആം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഇൻ ദ വേൾഡ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ ജൂലൈ മാസം ആഗസ്റ്റ് 14 ലണ്ടനിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ടൊരു മെസ്സേജ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. കാൽക്കുലസ്, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, നമ്മുടെ മെറ്റലർജി മൊത്തം കണ്ടുപിടിച്ചത് കേരളത്തിലാണ്.
കാൽക്കുലസ് കണ്ടുപിടിച്ചത് കേരളത്തിൽ, സൈൻ കൊസൈൻ ടാൻജന്റ് കണ്ടുപിടിച്ചത് കേരളത്തിൽ. ഗി വർഗീസ് എന്ന തിരുവല്ലക്കാരൻ ശാസ്ത്രജ്ഞനാണ് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഡിക്ലെയർ ചെയ്തത്. സത്യവതാണ്. കാരണം പാലക്കാട് പുതുമന സോമയാജിയാണ് ആദ്യത്തെ തിയറം സൈൻ തീറ്റ ഉപയോഗിച്ച് എഴുതിയത്. ചാപാച്ച തത്തത്ഫലതോപി തദ്വത് ചാപാഹതദ്വ്യാധി ഹതത്രി മൗര്യ ലബ്ധാനി യുഗ്മാനി ബലാന്യതോദശ്ചാപാദ യുഗ്മാനി ച വിസ്തരാർത്ഥാത് വിന്യസ്യ ചോപര്യുപരിത്യജേ തച്ഛേഷൗ ഭുജാ കോടിഗുണൗ ഭവേത. ഉജ്ജ്വലമായിട്ടുള്ള തിയറാണ്. ഫസ്റ്റ് തിയറം സൈൻ തീറ്റ കോസ് തീറ്റ ഉപയോഗിച്ച്. ഭൂമിയുടെ ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ അല്ല, ഭാസ്കരാചാര്യർ. ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യം ഹാർവി അല്ല, ഭാരതത്തിലെ ചരക മഹർഷിയാണ്. ആറ്റത്തിനെ കുറിച്ച് കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക് അല്ല, നീൽസ് ബ്ലോഹർ അല്ല, ആരുമല്ല. അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം. ഇവിടെയാണ് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് അല്ല കണ്ടുപിടിച്ചത്, പതഞ്ജലി മഹർഷിയാണ്. ഏകസമയേച്ച ഉഭയാൻ അനവധാരണം. ഒരു സമയത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എവല്യൂഷൻ തിയറി കണ്ടുപിടിച്ചത് ഡാർവിൻ അല്ല, ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ, പതഞ്ജലി മഹർഷി. പ്രകാശം അതുപോലെ തന്നെ ശബ്ദം തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നു. ഫ്രാങ്കോയിസ് അല്ല കണ്ടുപിടിച്ചത്, വീചി തരംഗന്യായേന ശബ്ദ ഉൽപ്പത്തി, ഗൗതമ മഹർഷി. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരല്ല, ഇല്ല, വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ഇംഗ്ലീഷുകാരല്ല, ഇംഗ്ലീഷുകാരല്ല, ബംഗാളികളും ആസാമികളും 400 വർഷം ഉപയോഗിച്ച ടീക്ക സമ്പ്രദായം, അത് ഉപയോഗിച്ച് അവിടെ വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. ഏതും നോക്കുക, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസും അല്ല, സിൽവർനിക്കസും അല്ല, നമ്മളിവിടെ കണ്ടുപിടിച്ചത്. മൃജ്ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. പ്രാണേനൈതി കലാം ഭൂഹു ഭ്രമയതി. ഭൂമിയുടെ ചെരിവ് 24 ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചത് ഭാരതീയര്. ഭാ അപക്രമോ ഗ്രഹാംശ. ഗ്രീൻവിച്ച് രേഖ 1820 വരെ ഭാരതത്തിലായിരുന്നു, ഗ്രീൻവിച്ചിലായിരുന്നില്ല. അതിന് ഉജ്ജയിനി രേഖ എന്നാ പറയുക. എന്നിട്ടാണ് അവർ ഗ്രീൻവിച്ചിലേക്ക് അതിനെ മാറ്റിയത്. ഉജ്ജയിനി രേഖ ഭാരതത്തിലായിരുന്നു. ഇത്ര കൃത്യമായിട്ട് ഭാരതത്തിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ സാധിച്ചത് ഗണിതശാസ്ത്രം, ഗ്രിഗറീസ് തിയറം ഭാരതീയർ കണ്ടുപിടിച്ചു. വർഗൈർ യുജാംബാ ദ്വിഗുണൈർ നിരേഖൈർ വർഗീകൃതൈർ വർജിത യുഗ്മവർഗൈ. നമ്മളാണ് ലെബനിഡ്സ് തിയറം കണ്ടുപിടിച്ചത്, യൂളേഴ്സ് തിയറം കണ്ടുപിടിച്ചത്, കെൽവിൻസ് തിയറം കണ്ടുപിടിച്ചത്, ന്യൂട്ടൺ സീരീസ് കണ്ടുപിടിച്ചത് ഭാരതീയരാ. എല്ലാം കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആയിട്ടുണ്ട്. നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതത്തിന്റെ ഭൂതകാലം അസാധാരണമാം വിധം ശാസ്ത്ര നേട്ടങ്ങളുള്ളതാ. ഡൽഹിയിൽ അയൺ പില്ലർ ഇന്നും തുരുമ്പ് പിടിച്ചിട്ടില്ല, അറിയാവല്ലോ ഇല്ലേ? ഡൽഹിയിൽ അയൺ പില്ലർ തുരുമ്പ് പിടിച്ചിട്ടില്ല, ഒരാളും പെയിന്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ ഗേറ്റ് വെച്ചിട്ട് എത്ര കാലമായി? എത്ര പ്രാവശ്യം പെയിന്റ് ചെയ്തു? അത് 1850 വർഷമായിട്ട് പെയിന്റ് ചെയ്തിട്ടില്ല. ഇത് 5 വർഷം പെയിന്റ് ചെയ്യാതിരുന്ന അടുത്ത ഗേറ്റ് വേറെ വെക്കേണ്ടി വരും. അവിടെ മഴയത്തും വെയിലത്തും വാടാത്ത 5 വർഷം ഗ്യാരണ്ടി ഉള്ള പെയിന്റ്. അവിടെ 1850 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. അജന്ത ഗുഹാക്ഷേത്രത്തിനകത്തുള്ള പെയിന്റിങ് ഇന്നും വാടിയിട്ടില്ല, മങ്ങിയിട്ടില്ല. ഈ നാടിൻ്റെ ടെക്നോളജി. പണ്ട് ഒരു 5 മാസം മുമ്പ് ചൈനക്കാര് ഈ കാഞ്ചീപുരത്ത് നിന്ന് 4 പേരെ ചൈനയിലേക്ക് വിളിച്ചു. 4 പേരുടെ കയ്യിലും 2 കോടി രൂപ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കാഞ്ചീപുരം സാരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കണമെന്ന്. അവർ വീഡിയോയിൽ മൊത്തം എടുത്തു. എന്നിട്ട് കാഞ്ചീപുരം സാരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചൈനക്കാർ പഠിച്ച് ഇന്ന് കാഞ്ചീപുരം സാരി ലോകത്തിലെ 65 രാജ്യങ്ങളിലേക്ക് പോകുന്നത് ചൈനയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നല്ല. കാരണം നമ്മുടേത് അവർ പഠിച്ചു, നമ്മളറിയാതെ വിറ്റ് കൊടുത്തു. ഈ 2 കോടി രൂപ കിട്ടാൻ വേണ്ടി നമ്മുടെ അറിവ് അറിയാതെ ചൈനക്കാർക്ക് കൊടുത്തപ്പോൾ നമുക്ക് വന്ന നഷ്ടം. നമ്മുടെ അറിവുകളുടെ കൂമ്പാരമാണ് ലോകം. അത്രയും അധികം ഭംഗിയായിട്ടത് സ്വീകരിക്കുന്നു. ആയുർവേദം, യോഗ എല്ലാം. ഭാരതത്തിൻ്റെ പൂർവ്വകാലം ഇരുളടഞ്ഞതായിരുന്നില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാ. ആര്യന്മാരും ഇവിടെ ഉണ്ടായിരുന്നില്ല, ദ്രാവിഡന്മാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മളെ കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ തിയറം നമ്മൾ പഠിച്ച് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ അതാ സത്യം എന്ന് ധരിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഈ രാഷ്ട്രം ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രമാണ്. അത് പൂർവകാല വൈഭവം, വർത്തമാനകാല നേട്ടം. ഭാവി ഭാരതം 2040 ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു രാജ്യമായി തീരുമെങ്കിൽ ഓർമ്മിക്കാം, അന്ന് നിങ്ങൾക്ക് പലർക്കും ഷഷ്ട്യബ്ദ പൂർത്തിയായിട്ടുണ്ടാവില്ല.
അന്ന് നിങ്ങൾ ശരിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയണം, ഒരു അംബാസിഡറിനെ പോലെ വി ആർ ഇന്ത്യൻസ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഉജ്ജ്വലമായ രീതിയിൽ ഞാൻ പുറകിലിരിക്കുന്നവരുടെ അടുത്തേക്ക് ഒന്നും നോക്കിയില്ല. കാരണം അവർ സൈലൻ്റ് ആയിട്ടായിരിക്കണേ. നിങ്ങൾ ആരെങ്കിലും സൈലൻ്റ് അല്ലാണ്ട് വയലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നെയാണ് കണ്ണോടിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു സ്കൂളിൽ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കുക. ഞാൻ ആ മനസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടില്ലേ? ചെവിയിലൂടെ കേട്ട് പഠിക്കണം, കണ്ണിലൂടെ കണ്ടു പഠിക്കണം, നാവിലൂടെ ചർച്ച ചെയ്ത് മനസ്സിലൂടെ ചിന്തിച്ച്. ആഹാരത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആചാരങ്ങൾ വടക്കോട്ട് തല വെച്ച് കിടക്കരുത്, കിഴക്കോട്ട് നോക്കി പഠിക്കണം, ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം, ഓർമ്മയുണ്ട് എല്ലാവരും. എക്സലൻറ്റ്. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതേപോലെ സമൂഹത്തിൽ ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ മഹത്വം, ഇതെല്ലാം പൂർവ്വകാല വൈഭവം, വർത്തമാനകാല വൈഭവം, ഭാവി കാലത്ത് ഭാരതം എന്തായിത്തീരാൻ പോകുന്നു, അതിൻ്റെ ഉജ്ജ്വലരായ ഫ്ലാഗ് പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾക്കതിന് സാധിക്കും. എത്രയോ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിദ്യാർത്ഥികൾ ഇരിക്കുക, ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കുക, അത് അപൂർവമായിട്ടാണ്. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ തുടക്കം മുതൽക്ക് അവസാനം വരെ ഇത്രയും ഡിസിപ്ലിൻഡായിട്ട്, ഇത്രയും മുഖഭാവത്തോടു കൂടി ഒരാൾ, അവിടെയുള്ള ഒരു പയ്യൻ ഒഴികെ, അയാൾ ഒരു 5-10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ടായത് കാരണം സാരമില്ല എന്ന് വിചാരിച്ചു. ഏതായാലും ബാക്കി എല്ലാവരും സൈലൻറ്റ്, 100% സൈലൻ്റായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ കാര്യമായിട്ട് 2 കാര്യം ഒരുമിച്ച് ചെയ്യുന്നെന്ന് മാത്രം. ചെവി കൂടെ കേൾക്കുകയും നാവിൽ കൂടെ സംസാരിക്കുകയും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നു. സാരമില്ല. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി, ഒട്ടുവായ വിടാതെ, വാച്ച് നോക്കാതെ, ഇത്രയും ശ്രദ്ധയോടുകൂടി ഇരുന്ന നിങ്ങളെന്നും വൈകുന്നേരം ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം. അമ്മ വിളമ്പിത്തരണം. ആ സമയത്ത് ഇന്ന് കേട്ടതെല്ലാം അമ്മയോടും അച്ഛനോടും പറയണം. ഒന്നുകൂടി റിക്കളക്ട് ചെയ്യണം. ഇന്ന് ഈ ക്ലാസ്സിൽ വരാത്ത വിദ്യാർത്ഥികളുടെ അടുത്ത് നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. ജീവിതത്തിൽ നന്മ നിറഞ്ഞ ആ അറിവ് നിങ്ങളിലുണ്ടായത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ വിനീത പ്രണാമം അർപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം.